പോഷൻ പക്കോയുടെ സമാപന ദിനമായിട്ടുള്ള ഏപ്രിൽ 23 വ്യാഴാഴ്ച സംഘടിപ്പിക്കേണ്ട പരിപാടികളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അന്നേ ദിവസം 4 പരിപാടികളാണ് സംഘടിപ്പിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം പ്രീ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻഡോർ പോഷൻ റാലി സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. അതായത് പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രീ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പോഷൻ പക്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ, വിശദാംശങ്ങൾ, തീമുകൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് റാലി സംഘടിപ്പിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിലവിലെ തീവ്രമായിട്ടുള്ള കാലാവസ്ഥയുടെ സാഹചര്യം കണക്കിലെടുത്ത് അങ്കണവാടിക്കകത്തു വെച്ചോ അതല്ലെങ്കിൽ അങ്കണവാടി മുറ്റത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒട്ടും വെയിലേൽക്കാത്ത രീതിയിൽ സുരക്ഷിതമായി അങ്കണവാടി കോമ്പൗണ്ടിൽ വെച്ചോ റാലി നടത്താവുന്നതാണ്. പോഷൻ പക്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലക്കാർഡുകൾ, ചാർട്ടുകൾ തുടങ്ങിയ ഉപയോഗിച്ച് റാലി ആകർഷകമാക്കാവുന്നതാണ്. ഈ പ്രവർത്തനം ജനാന്തോളൻ ഡാഷ്ബോർഡിലെ മദർ ആൻഡ് ചൈൽഡ് ന്യൂട്രീഷൻ എന്ന തീമില് പോഷൻ റാലി എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അന്നേ ദിവസത്തെ രണ്ടാമത്തെ പ്രവർത്തനം പോഷൻ പക്കോട എക്സിബിഷൻ ആണ്. പോഷൻ പക്കോയുടെ ഭാഗമായി നാളിതുവരെ അങ്കണവാടി തലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വിവിധ പരിപാടികളുടെ വിശദാംശങ്ങൾ, ഓരോ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള ചാർട്ടുകൾ, പോസ്റ്ററുകൾ, മറ്റ് ഈസി മെറ്റീരിയൽസ് തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സിബിഷൻ സംഘടിപ്പിക്കേണ്ടത്. കൂടാതെ എക്സിബിഷൻ കൂടുതൽ ആകർഷകമാക്കാൻ ആരോഗ്യവും പോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാർട്ടുകളും പോഷൻ പക്കോയുടെ തീമുകളും ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചാർട്ടുകളും ഉൾപ്പെടുത്താവുന്നതാണ്. അങ്കണവാടി പ്രദേശത്തെ ഗുണഭോക്താക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, മറ്റു പൊതുജന എന്നിവരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പോഷൻ പക്കോയുടെ സമാപന ദിനമായതുകൊണ്ട് തന്നെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രൂപ്പ് ഫോട്ടോയും ഗ്രൂപ്പ് സെൽഫിയും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രവർത്തനം ജനാന്തോളൻ ഡാഷ്ബോർഡിലെ ഗാർണറിംഗ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഫോർ സ്ട്രോങ്ങർ അംഗൻവാടീസ് എന്ന തീമിൽ പോഷൻ മേള എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അന്നേ ദിവസത്തെ മൂന്നാമത്തെ പ്രവർത്തനം അങ്കണവാടി പ്രദേശത്തെ കൗമാരക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓൺലൈനായിട്ടാണ് സംഘടിപ്പിക്കേണ്ടത്. കുട്ടികളിലെ സ്ക്രീൻ ടൈം ുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ, വിശദാംശങ്ങൾ, സന്ദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റീലുകൾ, ഷോർട്ട് വീഡിയോകൾ എന്നിവ ചിത്രീകരിച്ച് വീഡിയോ ക്യാമ്പയിനിങ് സംഘടിപ്പിക്കുകയാണ് ഈ പരിപാടിയിലൂടെ ചെയ്യേണ്ടത്. ഈ പരിപാടി ജനാന്തോളൻ ഡാഷ്ബോർഡിൽ റോൾ ഓഫ് പേരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ മിനിമൈസിംഗ് സ്ക്രീൻ ടൈം എന്ന തീമിൽ വീഡിയോ മെസ്സേജസ് ഡിസമിനേഷൻ സെഷൻ ഓൺ സേഫ് സ്ക്രീൻ ലിമിറ്റ്സ് ആൻഡ് ഹെൽത്തി ഡിജിറ്റൽ ഹാബിറ്റ്സ് എന്ന ആക്ടിവിറ്റി ആയിട്ട് രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. അന്നേ ദിവസത്തെ നാലാമത്തെ പ്രവർത്തനം പോഷൻ പക്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ആണ്. ഈ പ്രവർത്തനം ജനാന്തോളൻ ഡാഷ്ബോർഡിൽ അതേഴ്സ് എന്ന തീമിൽ IEC ഡിസമിനേഷൻ എന്ന ആക്ടിവിറ്റി ആയിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ 4 പ്രവർത്തനങ്ങളാണ് പോഷൻ പക്കോയുടെ സമാപന ദിനമായിട്ടുള്ള ഏപ്രിൽ 23 അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോഷൻ മാസ്റ്റർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.